ഒന്ന് വെറുതെ ഉറുമ്പേ പണിയും ചെയ്യിക്കില്ല നിങ്ങൾ. എന്റെ കുരിശുമുത്തപ്പ, ഈ പെണ്ണുമ്പോൾ എന്നെ കൊണ്ട് ലിവർ എടുപ്പിക്കുന്ന തോന്നുന്നത്. ഇയാളുടെ തല വാഷിംഗ് മെഷീനിൽ മുക്കി ചെവി ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നാലേ ഇവൻ നന്നാവൂ. കുഷ്പു, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോണറ്റ് പൊക്കി വെച്ച് പണിതോണ്ടിരിക്കുമ്പോ പുറകീന്ന് വിളിക്കല്ലേ എന്ന്. വണ്ടി വാങ്ങിച്ചെന്ന് തുടങ്ങിയ റിപ്പയർ ആണല്ലോ താൻ ഈ വണ്ടി ഷട്ടി കയറ്റുവോ? അനാവശ്യം പറഞ്ഞാൽ എന്താ അനാവശ്യം? എടീ, ആ വണ്ടി എന്റെ ആത്മാവാണ്. ആ വണ്ടി ഷെഡിൽ കയറണമെങ്കിലേ ആദ്യം ഈശോനെ വണ്ടിയിലോട്ട് എടുക്കണം, അറിയാവാ? ആട്ടെ, എന്തിനാ വിളിച്ചത്? ടിവിയിലെ പാതിരാപ്പടവും കഴിഞ്ഞ് സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോയി. എണീറ്റിപ്പോ ഒരുപാട് വൈകിയിടോ. വൈകും. കുഷ്പുവിന്റെ സ്വപ്നം ആ ടൈപ്പ് അല്ലേ? പറഞ്ഞു നിക്കാതെ ഈശോ ഒന്ന് ഹെൽപ്പ് കരോ. ഹിന്ദി പറയല്ലേ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ കാര്യം പറ. സാറും അനുമോളും കാപ്പി കുടിക്കാൻ ഇപ്പൊ വരും. ഒരു പണിയും തീർന്നിട്ടില്ല. വെപ്രാളം കൊണ്ട് എന്റെ കൈയും ഓടണില്ല, കാലും ഓടണില്ല. ഒന്ന് വന്ന് സഹായിച്ചേ. ഓടുന്നില്ലേ? ഇവളുടെ മൈലേജ് കുറഞ്ഞ? ഈശോ, എന്റെ ഈശോ നോക്കി നിൽക്കാതെ ആ ദോശ എടുത്ത് വെക്കേ, ഞാൻ ചായ എടുക്കാം. കൊച്ചം എഴുന്നേറ്റില്ലേ? കൊച്ചം എഴുന്നേറ്റില്ലേ? ഇന്നലെ ഒത്തിരി വൈകിയാ വന്നത്. അതുകൊണ്ടായിരിക്കും കുശുമ്പ് ടിവിന്റെ മുമ്പിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് കളഞ്ഞത്. നമ്മള് വേലക്കാരല്ലേ, യജമാനത്തി ഉറങ്ങാൻ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? കൂടുതൽ വിസ്തരിക്കണ കൊണ്ടുപോയിപ്പോ. മുത്തപ്പ, ഇന്ന് ഉടക്കൊന്നും ഉണ്ടായേക്കല്ലേ. ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതുകൊണ്ടായത് ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഡാഡി ഒരു സാധാരണ മനുഷ്യനാണ് മോളെ. സമൂഹത്തിന്റെ ചോദ്യങ്ങളെ ഭയപ്പെടുന്ന സാധാരണ മനുഷ്യൻ. ഇപ്പൊ എല്ലാവരും എപ്പോഴത് ചോദിക്കുക? ചോദ്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ആവാം. പറയൂ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? മമ്മി, ഇടയ്ക്കരണ്ട. നേരം വെളുക്കോടുള്ള ഈ ചർച്ചയും മീറ്റിംഗും എന്ത് മഹാകാര്യത്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊക്കെ ഔദ്യോഗിക കാര്യങ്ങളാ, മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനുള്ളതല്ല. ഓഹോ, അപ്പൊ എന്റെ സാധനം മറ്റുള്ളവരുടെ ലിസ്റ്റിലാ? എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കാനാണല്ലോ നിങ്ങൾക്ക് താല്പര്യം. അരുന്ധതി, ഞാൻ ഈ നഗരത്തിന്റെ ചെയർപേഴ്സണാ. എനിക്ക് ഔദ്യോഗികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളുമല്ല നിങ്ങൾ. എന്നിട്ടും അപ്പൊ നിന്റെ കാഴ്ചപ്പാട് ഞാൻ വെറും ഒരു സ്വാർത്ഥന, സ്വന്തം ഭാര്യ തന്നേക്കാൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി കാണാൻ യാതൊരു താല്പര്യമില്ലാത്ത സ്വാർത്ഥൻ. എന്റെ ധാരണയിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ നീ നഗരത്തിലെ ചെയർപേഴ്സൺ മാത്രമല്ല, അതിലുപരി ഒരു ഭാര്യയാണ്, അമ്മയാണ്. അത് മറക്കുന്നു പലപ്പോഴും. ഡാഡി എന്താ ഇതൊക്കെ? മമ്മി പ്ലീസ്, നിങ്ങൾ തമ്മിലുള്ള തർക്കം ഒരിക്കലും അവസാനിക്കില്ലേ?
മടി പോകാം. നീ എന്താ ഇത്ര നേരത്തെ പോന്നത്? നിനക്ക് എന്താ പറ്റിയത് ഇത്ര മൂഡ് ഓഫ് ആവാൻ? മമ്മിയും ഡാഡിയും തമ്മിൽ ഇന്നും വഴക്കുണ്ടായല്ലേ? അല്ലെങ്കിൽ നിന്റെ മമ്മി ഈയിടെ വല്ലാതെ റഫ. ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസം പപ്പയെ കണ്ടിട്ട് നിന്റെ മമ്മി ഒന്നും മിണ്ടു പോലും ചെയ്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. ഹായ് ബട്ടർഫ്ലൈസ്. മീരക്കുട്ടി, കളിയൊക്കെ എങ്ങനെയുണ്ട്? സിദ്ധു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഗ്യാങ്ങിലെ പെൺകുട്ടികളെ പോലെ ഞങ്ങളെ കാണരുതെന്ന്. നീ ആര്? ബാൻഡിറ്റ് ക്യൂനോ അതോ കുഞ്ചറാണിയോ? ഇത് രണ്ടും അല്ലാളിയാ, ശൂർപ്പണയാ, മുറിക്കേണ്ടി വരും. എടാ നത്തോലി, എടീ മോളെ, ചുമ്മാ കയറി അങ്ങ് സിക്സർ അടിക്കല്ലേ. ഞങ്ങൾ വണ്ടി നിർത്തിയത് നിന്നെ കണ്ടിട്ടൊന്നുമല്ല, ഈ മിസ് ക്യൂൻ അനു ജോസിനെ കണ്ടിട്ട്. അനു ജോസ് അല്ലളിയാ, അനു ദേവിയാ. ഓ, ഞാനത് മറന്നു. സങ്കരവർഗം ആണല്ലേ. അയ്യോ, അനു ജോസ് ദേവി കരയാൻ പോവുകയാണോ? അനു, ഈ കുരങ്ങന്മാരോട് സംസാരിച്ചോണ്ടിരുന്ന നമ്മളും അങ്ങനെ ആകേണ്ടി വരും. വരൂ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. Silence. Sidhu, this is a classroom and not the place for your nonsense. You understand? ഇത്തരം ഈഗോ ക്ലാഷുകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കൂടുതൽ അറിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. മോളിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നീ ഇപ്പൊ അതാ ചെയ്യണ്ടേ. ഡാഡിയും മമ്മിയും തമ്മിൽ ഹോട്ടൽ മുറികളിലെ രണ്ട് അന്യരെ പോലെ എനിക്ക് മടുക്കുന്നു. ആ വീട്ടിൽ എന്നെ കുറിച്ച് ആലോചിക്കാൻ ആരുമില്ല അങ്കിൾ. അവര് നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. ജോസിന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. Go to your class. ശരി മുഴുവൻ എൻ്റെ ഭാഗത്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ ഭാഗത്ത് ഒരു ശരി പോലും കാണാൻ എനിക്ക് കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് വീട്ടിനകത്ത് ഒതുങ്ങിക്കഴിയാനാവില്ലെന്ന് അവൾ പറഞ്ഞപ്പം മുതൽ തുടങ്ങിയതാ ഈ പൊരുത്തക്കേട്. നിനക്കറിയാലോ, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കവിയും സാഹിത്യകാരനൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ബന്ധങ്ങളുടെ വിലക്കുകളൊന്നുമില്ലാതെ അലഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹിച്ചവൻ. പക്ഷെ അവസാന നേരത്ത് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തണമെന്ന് അപ്പൻ എൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞപ്പോൾ എല്ലാം മാറുകയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഒരു കോടീശ്വര പുത്രിയെ കെട്ടാമായിരുന്നു. എന്നിട്ട് മനസ്സിൽ ആഗ്രഹിച്ചത് അരുന്ധതിയാണ്. അനു നിങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ അപ്സെറ്റാണ്. എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എടോ, കോംപ്രമൈസ് എന്ന വാക്കിന് ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. മുത്തശ്ശി പാട്ട് കേട്ടില്ല. എന്താ ഈ മുത്തച്ഛി ചേച്ചി ദിവ്യ പോകുന്നു. ദിവ്യ ദിവ്യ മോളെ എന്റെ പൊന്നെ മോളെ, അയ്യോ മോളെ, കണ്ണു തുറക്കും മോളെ, അയ്യോ അയ്യോ
മന്ത്രിക്ക് ശിലാസ്ഥാപനത്തിന് എത്തണം. വണ്ടി എടുക്കടാ. ആ കൊച്ചിന്റെ കുഴിമാടത്തിൽ ഒരു കുരിശ് സ്ഥാപിക്ക്. എന്നിട്ടാവാ ശിലാസ്ഥാപനം. വണ്ടി തിരിക്കണോ? എടുക്കില്ലല്ലേ? അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കും. നഷ്ടപരിഹാരം കൊടുത്ത ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടോ? എന്താ പേര്? ജെയിംസ് ആന്റണി. ഗുഡ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാടിന്റെ കരുത്ത്. തൊഴിൽ രഹിതനായിരിക്കും അല്ലേ? നോ സർ, ഐ എം എ ഗവൺമെന്റ് സർവന്റ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്രയും തന്റെ ഇടമോ? ഞാൻ വെറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല സാർ. അതിലുപരി സർക്കാരെ തെരഞ്ഞെടുക്കുന്ന ഒരു വോട്ടറാണ്. വണ്ടി തിരിക്കാൻ. ബില്ലുകൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് മതി ഫർദർ മൂവ്മെന്റ്സ് ഒക്കെ. ഓക്കെ? യെസ്, പറയൂ. ക്ലീൻ സിറ്റി എന്ന പദ്ധതി ഫയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അതിനെക്കുറിച്ച് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നഗരശുചീകരണം എന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ മുനിസിപ്പൽ ഓഫീസിലെ സ്റ്റാഫ് മാത്രം വിചാരിച്ചുകൊണ്ടായില്ല. ജനങ്ങളും അതോടൊപ്പം സഹകരിക്കണം. വേണ്ടേ? ഷുവർ. മാഡം, വൺ പേഴ്സണൽ ക്വസ്റ്റ്യൻ. അധികാരസ്ഥാനത്തിരിക്കുന്ന മാഡവും ബിസിനസ്മാനായ ഹസ്ബൻഡും തമ്മിൽ നിരന്തര ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാറുണ്ടെന്ന് കേട്ടു. സത്യമാണോ? ഇപ്പോൾ ഭരണരംഗത്ത് സ്ത്രീകൾക്കേറെ പ്രാമുഖ്യമുള്ള സമയമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വരാൻ പറയൂ. സോറി, എനിക്കൊരു ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മാഡം മറുപടി പറഞ്ഞില്ല. യു മേ ഗോ നൗ. നമസ്കാരം. നമ്മുടെ ഭഗത് സിംഗ് ഉമ്മറിന്റെ മകളല്ലേ? വല്ലാതെ വളർന്നു. ഒരു ഇന്റർവ്യൂവിന് വന്നതാ, കഴിഞ്ഞു, ഇറങ്ങട്ടെ. സ്ത്രീകൾ പൂച്ചകളെ പോലെയാണ്, തഴുകുന്ന കൈകളിലേക്ക് അവർ വഴുതി വീഴും എന്ന് പണ്ടാരോ പറഞ്ഞത് ശരിയല്ലേ ദേവി? മേനോൻ സാർ ഇരിക്കണം. എവിടെ? തൽക്കാലം കസേരയിലിരിക്കണം. ശരി, തൽക്കാലം ഞാൻ ഈ കസേരയിലിരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നടക്കും, അല്ലെങ്കിൽ നടത്തും. മേനോൻ പറഞ്ഞ വാക്ക് മാറില്ല. പക്ഷേ പ്രതിഫലം ലഭിക്കാതെ ഞാൻ ആർക്കൊന്നും ചെയ്യാറില്ല. എന്താ സാറേ? ഞങ്ങളൊരു ഇൻസ്പെക്ഷൻ വന്നതാ. കഴിഞ്ഞ ആഴ്ച ഒന്നും കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് കരുതി വീണ്ടും പാടില്ല എന്നില്ലല്ലോ. തിരക്കുള്ള സമയമാണ്. ഐ ഡോണ്ട് കെയർ. പുതുമുഖമാണല്ലേ? അല്ല, ഈ ആവേശം കണ്ട് ചോദിച്ചാ. സാർ, ഞാൻ കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കുകയും ടാക്സ് കിട്ടുകയും ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ്. എല്ലാ കച്ചവടക്കാരും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കൂടെ കൂടി ഇൻസ്പെക്ഷൻ വേണ്ടി വരുന്നത്. ശരി, തർക്കിക്കുന്നില്ല. ബാബുവേ, ഹലോ സാറേ, എനിക്കിത് കൂടാതെ വേറെ 6-7 സ്ഥാപനങ്ങൾ ഈ സിറ്റിയിലുണ്ട്. എല്ലായിടത്തും പോകാൻ തന്നെ തീരുമാനം. സന്തോഷം. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് തണുത്തതും ചൂടുള്ളൊന്നും വാങ്ങിച്ചു കൊടുത്ത് ഞാൻ സൽക്കരിക്കാറില്ല, അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കരുത്. FIR 10. എന്റെ കോപ്പി ഞാൻ വേണമെന്ന് സഹായിക്കാം. താങ്ക് യു. എത്ര കാലം ഉണ്ടാകും എന്തോ ഈ ആവേശം. കൊടുക്കേണ്ടതുപോലെ കൊടുക്കാത്തവരോട് മാത്രമല്ലേ ഉള്ളൂ ജോസേട്ട ഇവരുടെ ഈ കൃത്യനിർവഹണ പ്രകടനം. ബാബു, ഞാൻ ഇപ്പൊ വരാം. ശരി. എന്താ സാറേ, വല്ല കുഴപ്പമുണ്ടോ? സോറി മിസ്റ്റർ ജോസ്. സോറി മിസ്റ്റർ ജോസ്, ഞങ്ങൾക്ക് ഫാൾസ് ഇൻഫർമേഷൻ കിട്ടിയതായിരിക്കാം. ആയിരിക്കാവുന്നല്ല, അതെ. എനിവേ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഐ ആം ജെയിംസ് ആന്റണി. നൈസ് മീറ്റിംഗ്.
പോയിട്ട് തിരക്കൊണ്ടു. അയാൾ എന്താ ചോദിക്കുന്നത്? എന്താ? പെത്തടിൻ ഏ? പെത്തടിൻ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? എന്തോ വേണ്ട, വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. പൈസ എടുക്കണ. അതിക്രമിച്ച് കയറി അഭ്യാസം കാണിക്കുന്നു. തന്നോടാ പറഞ്ഞ. ഹലോ, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കാര്യം പറഞ്ഞ് അടിക്കുന്നോടാ. ഇറങ്ങി പോടാ. ആളെങ്ങനെയുണ്ട്? കാണാനൊന്നും കുഴപ്പമില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ ചെറിയൊരു ചായ ഉണ്ട് പുള്ളിക്കാരന്. കൊണ്ടോടി? അത്രയ്ക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവള് കണ്ണടയ്ക്കാതെ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പൊടി. പോയിക്കോ. നീ പോകാൻ വരട്ടെ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. സിദ്ധു, ഇന്നലെ നിന്റെ ഡാഡിയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. എന്താ പുതിയ രക്ഷകന്റെ പേര്? സിദ്ധു എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അതിനുവേണ്ടിയല്ലേ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. കോളേജ് വിദ്യാർത്ഥികളെ തല്ലിയതിന് പകരം നഗരത്തിലെ നിന്റെ തന്തയുടെ എല്ലാ കടകളും വളരെ ഈസിയായി എനിക്ക് തല്ലി തകർക്കാൻ കഴിയും. പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. അല്ലാതെ തന്നെ അയാളോട് മറുപടി പറയാൻ എന്റെ മുന്നിൽ വേറൊരു വഴിയുണ്ടല്ലോ. സിദ്ധു, പരസ്യമായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചന് പരസ്യമായി തന്നെ നിന്നെ ഞാൻ ചുംബിക്കാൻ പോകണം. ഒരു പീറ പെണ്ണ് തല്ലിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് വന്ന് നിൽക്കാൻ നാണമില്ലേ നിനക്ക്? അങ്കിൾ, ഞാൻ ഒന്നും പറയട്ടാ. വേണ്ടതെന്താണെന്ന് എനിക്കറിയാം. അവളുടെ അമ്മയെ ഈ കയ്യിലിട്ട് കളിപ്പന്താക്കാമെങ്കിൽ അവൾക്ക് എടുക്കാനും അധികം സമയം വേണ്ട ഈ മേനോനെ. ഞങ്ങൾ ഇടപെടണോ മേനോനെ? ഇറ്റ്സ് എ സില്ലി മാറ്റർ. നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇടപെട്ടാ മതി. നീ പൊക്കോ. മേനോൻ സാർ കാപ്പി കുടിക്കണം. കാപ്പി കുടിക്കാനല്ലേ ഞാൻ വന്നത്. കോളേജിൽ അത്രയും പേര് നോക്കി നിൽക്കേ വില്യാർഡ്സ് മേനോന്റെ അനന്തരവന്റെ കരണത്തടിക്കാൻ ധൈര്യം കാണിച്ച ആ മിടുക്കിയെ ഒന്ന് കാണാൻ വേണ്ടിയാ. അനു, അനു, ഇവിടെ വാ.
നെറ്റിയിലിട്ട് തല്ലിയതിനുള്ള മറുപടി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ആ, മോളിങ് അടുത്തേക്ക് വരൂ. പറഞ്ഞത് കേട്ടില്ലേ? ദേഷ്യപ്പെടാതെ, അവൾ കൊച്ചുകുട്ടിയല്ലേ. അങ്കിളിനെ മോക്കറിയാമല്ലോ, അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. പക്ഷെ വന്നാൽ അതൊതുക്കാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് നാളെ കോളേജിൽ ചെല്ലുമ്പോ മോളൊരു കാര്യം ചെയ്യണം. എല്ലാവരും കേൾക്കേ, സിദ്ധുവിനോട് മാപ്പ് എന്നൊരു വാക്ക് ഒന്ന് പറഞ്ഞേക്കണം. എന്തിന്? അനു, ചോദ്യങ്ങൾ വേണ്ട, പറഞ്ഞ അനുസരിച്ചാ മതി. അനുസരിക്കാൻ ഈ മനുഷ്യൻ എന്റെ ആരാ? അനു, എന്നോട് മോശമായി പെരുമാറിയതിന് അവനാണ് എന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. അപ്പോ അനുകുട്ടി മാപ്പ് പറയില്ല. ഇല്ല. നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നടന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ മമ്മി ഈ പറയുന്നത്? നടന്നത് എന്തായാലും ഇനി ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോ നമ്മൾ അത് അനുസരിക്കാ വേണ്ടത്. എന്റെ കാര്യത്തിൽ ഈ മനുഷ്യൻ എന്താ ഇത്ര ഉത്തരവാദിത്വം? അനു, ഈ തെമ്മാടികളെയൊക്കെ മമ്മി എന്തിനാ പേടിക്കണേ? അപ്സെറ്റ് ആവണ്ട, ടേക്ക് ഇറ്റ് ഈസി. എന്തായാലും നാളെ ഞാൻ ആരാണെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു കാരണമായില്ലേ. ഞാൻ ഇറങ്ങുന്നു. അരുന്ധതി ടൗൺ ഹാളിലേക്കില്ലേ? പോയിക്കോളൂ, ഞാൻ അവിടെ എത്തിക്കോളാം. തുടങ്ങിക്കോ. എന്താടോ ഇന്നിതിനൊന്നും കൊടുത്തില്ലേ? കൊടുത്തല്ലോ. പിന്നെന്താ അത് കിടന്ന് കുരയ്ക്കുന്നേ? അതിന് അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യല്ലേ. അവൻ ഇഷ്ടമില്ലാത്ത ആരെ കണ്ടാലും അവൻ കുരക്കും. അവന് ആളെ മനസ്സിലായി കാണില്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള കുരയാണ്. ചുമ്മാ കിടന്ന് കുറച്ചുള്ള ചീത്ത പേര് കളയല്ലേ. മനസ്സിലായില്ലേ? ഇനി അയാൾ വരുമ്പോ നിന്നെ അഴിച്ചു വിട്ടേക്കാന്ന്. ആ, മുറിയിലുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു. സത്യം എന്താണെന്ന് അറിയാതെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് മമ്മി. കരയണ്ട, ഇനി ഒരിക്കലും മോളെ തല്ലാൻ അവളുടെ കൈ ഉയരില്ല. മമ്മി എന്നെ തല്ലിയതിനല്ല വിഷമം. പറയണ്ട, ഡാഡിക്ക് അറിയാം, എല്ലാം അറിയാം. ഡാഡി, ഡാഡി. പരസ്പരം മനസ്സിലാകാതെ ഒരു സ്ത്രീയും പുരുഷനെയും ഒരു രാത്രിയിൽ ഒരു മുറിക്കുള്ളിൽ അടയ്ക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തോന്നുന്ന വികാരം ഭയമാണ്. വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിച്ചു വളർന്ന ഈ വ്യക്തികൾ തമ്മിൽ പൊരുത്തമുണ്ടെന്ന് ജാതകം നോക്കി നാള് കുറിച്ച് ജ്യോത്സ്യൻ പറഞ്ഞതുകൊണ്ടായില്ല. പൊരുത്തം അവർ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും തികച്ചും വ്യത്യസ്തമായ തട്ടുകളിൽ നിൽക്കുന്നതുകൊണ്ട് മിശ്രവിവാഹം ചെയ്തവരിൽ പൊരുത്തക്കേടുകൾ കൂടാനാണ് സാധ്യത. എന്നാൽ പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ എല്ലാം ശുഭം സുന്ദരം. മഹത് വ്യക്തികളുടെ ജീവിതങ്ങൾ ഉദാഹരണങ്ങളാക്കി സാധാരണക്കാരൻ ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ മറന്നുപോകും. എന്താ ഇത്?
പേര് നീ മറന്നിട്ടില്ല. ജോസ്, this is the limit. അതടി, എനിക്കും ഇതിനപ്പുറം സഹിക്കാനാവില്ല. നിങ്ങൾ എന്താ സഹിച്ചെന്നായി പറയുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷമായി. ഓർക്കാൻ എന്തുണ്ടടി? നിന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തർക്കങ്ങളല്ലാതെ ആശ്വസിക്കാൻ മനസ്സിൽ ഒന്നുമില്ല. ഒന്നും. ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമില്ല. എല്ലാ ഭർത്താക്കന്മാരും ചെയ്യാറുള്ള പോലെ എന്റെ ആഗ്രഹങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആ സ്വാതന്ത്ര്യം അന്യപുരുഷന്റെ മുമ്പിൽ എന്റെ മോളെ കൊച്ചാക്കാൻ നീ ഉപയോഗിച്ചു. യെസ്, ദിസ് ഈസ് ദ ലിമിറ്റ്. അപ്പൊ ഇവിടെ വെച്ച് പിരിയാവുന്നാണോ? സ്വയം തീരുമാനിക്കാം. തൃപ്തിയായി. പക്ഷെ കൂട്ടത്തിൽ സ്വന്തം തെറ്റുകൾ കൂടി ഒന്ന് ഓർത്താ കൊള്ളാം. ഞാൻ എന്ത് തെറ്റിയതടി? നിങ്ങൾക്കറിയില്ല. ഇന്ന് വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പൊളിറ്റീഷ്യനായിരുന്ന അച്ഛനോടൊപ്പം കുട്ടിക്കാലം മുതൽ ചർച്ചാ ക്ലാസ്സുകളിലും മീറ്റിങ്ങുകളിലും പങ്കെടുത്ത എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ പൊതുപ്രവർത്തനം എന്റെ ഇഷ്ടവിഷയമാവുമായിരുന്നു. നമ്മൾ പരിചയപ്പെട്ടതും മറ്റെങ്ങും വെച്ചല്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഏറെ മോഹിച്ചു. പക്ഷെ നിങ്ങൾ ഒരു കച്ചവടക്കാരനായി മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. അതിരാവിലെ പോയാൽ തിരിച്ചെത്തുന്നത് രാത്രിയിൽ. കാത്തിരുന്നൊന്ന് മയങ്ങിപ്പോയാൽ, വിശപ്പ് കൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചു പോയാൽ അതൊരു വഴക്കിന് കാരണം. എന്നെ തന്നെ എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. ഒരുപാട് പേര് അഭിനന്ദിച്ചു. അപ്പോഴൊന്നും നിങ്ങളിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും ഞാൻ കേട്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുകയായിരുന്നു. തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഇനി തർക്കിക്കുന്നില്ല. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ. എന്തു ജോസേട്ടാ, ഓ മൈ ഗോഡ്. ഹലോ, മജിദ്ക്കയല്ലേ? ഞാൻ അനുവാ. ഡാഡി അങ്ങോട്ട് വന്നോ? ഇല്ലേ? ഏയ്, ഒന്നുമില്ല. അവിടെയും എത്തിയിട്ടില്ല. മമ്മി, എന്താ? ഡാഡി പോയിട്ട് ഇതുവരെ വന്നില്ല. ഷോപ്പിലൊക്കെ വിളിച്ചു ചോദിച്ചു, അവിടെ എങ്ങും എത്തിയിട്ടില്ല. വരും. കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ അന്വേഷിച്ചു പോകാൻ. മമ്മി, നീ ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? എന്താ ഇത്? കരയാതനു? അത് ശരി. ഓക്കെ ഓക്കെ, ഡാഡി ഇപ്പൊ എത്തും. അനു പ്ലീസ്.
മോള് വിഷമിക്കണ്ട, ഇത് കുടിക്കേ. ഡാഡി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വീട്ടിലേക്ക് വിളിച്ചേ. ഡോക്ടർ കുര്യൻ, ഇത് മറച്ചു വെക്കപ്പെട്ട ഒരു സത്യമാണ്. നമുക്ക് രണ്ടുപേർക്കേ അറിയൂ. രോഗം എന്താണെന്ന് ആരോടും പറയണ്ട. ഏതായാലും തന്നെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ. ആ, ആരാ പുറത്തേക്കുന്ന ചെറുപ്പക്കാരൻ? എൻ്റെ ഒരു സുഹൃത്താ. അപ്പൊ എനിക്ക് പോകാലോ, അതിനെന്താ കുഴപ്പം? താങ്ക് യു വെരി മച്ച്. കയറുന്നില്ലേ? ഇപ്പോഴില്ല. ശരി, നിർബന്ധിക്കുന്നില്ല. അപ്പോ വ്യാഴാഴ്ച തീർച്ചയായും വരും. ഓക്കെ. ഈശോ, ജെയിംസിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ഗുഡ് നൈറ്റ്. നൈറ്റ്. ടൗൺ ഹാളിലെ ജോസിന്റെ പെർഫോമൻസ് വലിയ തലക്കെട്ടിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്രങ്ങൾ. വായിച്ചില്ലേ? എന്താ വെറുമൊരു മൂളൽ ഒതുക്കി കളഞ്ഞത്? ആ വാർത്തയുടെ തുടർച്ച ഇനി ഉണ്ടാവില്ലെന്ന് മനസ്സിൽ കുറിച്ചതുകൊണ്ട്. വെരി ഗുഡ്. തീരുമാനത്തിന് മാറ്റമില്ലല്ലോ. പലവട്ടം ചിന്തിച്ചു. പക്ഷെ അനുവിനെ കൂടെ നിർത്തണം. നഷ്ടപ്പെട്ട ജീവിതത്തിന് പ്രതിഫലം വാങ്ങാതെ പിരിയാൻ പറ്റില്ലല്ലോ. മകൾ തനിക്കിഷ്ടമില്ലാത്ത ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഒരു തുണ്ട് ഭൂമി പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ടാണല്ലോ അരുന്ധതിയുടെ അച്ഛൻ മരിച്ചത്. അങ്ങനെ ആ അധ്യായം 0. അത് ആവർത്തിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്. ഇനിയുള്ള നാളുകൾ രാഷ്ട്രീയത്തിൽ തന്നെയല്ലേ. അതുകൊണ്ടൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം. ഞാനുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. കണക്കുകൾ ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ ചോദിക്കാൻ എനിക്ക് ഒന്നുകൂടിയുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിന്റെ കാര്യമല്ലേ, അതെനിക്ക് വിട്ടുതരൂ. ഐ വിൽ പ്ലേ ദ ഗെയിം. എന്താ മമ്മി? മോള് പഠിക്കുക? അതെ. എന്താ? മോൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാം. മമ്മി ഇപ്പോ അതെന്താ? ഡാഡി വിളിച്ചാൽ മാത്രമേ നീ പോവുള്ളൂ? മമ്മി വിളിക്കാഞ്ഞിട്ടല്ലേ? എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് പോകാം. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. മമ്മി ഇന്ന് വരെ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയാം. പലതും പറഞ്ഞു തന്നെ എന്നെ നിന്റെ മനസ്സിൽ ഒരു അന്യയാക്കിയിട്ടുണ്ടെന്ന്. ഡാഡിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ തെറ്റാണ്. പിന്നെ എന്നോട് നീ എന്തിനീ അകൽച്ച കാണിക്കുന്നത്? അകൽച്ച കാണിക്കാൻ മമ്മി ഇതുവരെ എന്നോട് അടുത്തിട്ടില്ലല്ലോ. അപ്പോ മമ്മിയുടെ ഭാഗത്ത് യാതൊരു ന്യായീകരണവും ഇല്ലെന്നാണോ? അത് മമ്മി സ്വയം ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു മകൾ പറയാൻ പാടില്ലാത്താണ്. എങ്കിലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇന്ന് വരെ ഒരമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ എന്നോടും ഡാഡിയോടും പെരുമാറാൻ മമ്മിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അനു, മേനോനുമായി മമ്മിക്കുള്ള ബന്ധം വെറുമൊരു സുഹൃത്ത് ബന്ധം മാത്രമാണെന്ന് മമ്മി പറയുന്നു. രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനങ്ങളും അധികാരങ്ങളും മമ്മിക്ക് നേടിത്തരാൻ അയാൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണോ? മമ്മി, മമ്മി,
വണ്ടി എടുക്ക്. ഇങ്ങനെ ഒരു തീരുമാനം ഇത്ര പെട്ടെന്ന്? പിതാ രക്ഷതി കൗമാരേ ഭർത്രോ രക്ഷതി യൗവനെ എന്നല്ലേ? അവൾക്കിനി ഒരു ഭർത്താവിനെയാണ് ആവശ്യം. ചുമതലകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ? ഒരിക്കലുമല്ല. ഒരു പിതാവെന്നുള്ള നിലയിലെങ്കിലും ജീവിതത്തിൽ ജയിക്കണമെന്നൊരാഗ്രഹം. അനുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ വേണം കണ്ടെത്താൻ. തീർച്ചയായും എൻ്റെ ജീവിതത്തിലുണ്ടായ അവസ്ഥ എൻ്റെ മോടെ ജീവിതത്തിലുണ്ടാകരുത്. പുഷ്പിയേ, ഇതുവരെ നിന്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ? എനിക്കാകെ 2 കയ്യാ ഉള്ളത്. ആണോ? യോ, അത് പറ്റി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈശോ, വെറുതെ ചൊറിയില്ലേ? നിന്നെ ചെറിയ ഞാനാരാ? നിന്റെ മച്ചാനോ? അയ്യടാ മച്ചാൻ. മച്ചാനെ പാത്തിങ്കാളാം, അങ്ങനെ ഒരു പാട്ടില്ലേ? താൻ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ? ഞാനൊരു സത്യക്രിസ്ത്യാനി അല്ലേ ഖുശ്ബു? കർത്താവീശോമിശിക രക്തവും ശരീരവും പങ്കിട്ടുകൊടുത്ത ദിവസമല്ലേ ഇന്ന്? അതും അപ്പവും വീഞ്ഞുമായിട്ട്. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇത്തിരി വീഞ്ഞു കുടിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് സത്യക്രിസ്ത്യാനി? ആ കുപ്പിയിൽ ഇനി വീഞ്ഞ് ബാക്കിയിരിപ്പുണ്ടോ? ആ വീഞ്ഞിലിനി കുപ്പി, ആ കുപ്പിയിൽ ഇനി വീഞ്ഞ് എന്തിനാ? ഉണ്ടെങ്കിൽ ഇത്തിരി തോ. ഈ രക്തമൊന്നും ഓടിക്കിട്ടാനാ. ഞാനിപ്പൊ കുടിച്ച വീഞ്ഞ് നീ കുടിച്ചാലേ നിന്റെ രക്തമല്ല, നീ മൊത്തത്തിലൊന്നോടും. എന്നാലേ കിന്നാരം പറയാൻ പോയേ, ഗസ്റ്റ് വരാൻ നേരായി. അപ്പോഴേക്കും പിടകിയ യജമാനന്മാര് കുടിച്ചു കഴിയുമ്പോ ആ കുപ്പിയുടെ മൂട്ടിൽ ഇച്ചിരി കാണും. ഞാൻ സംഘടിപ്പിക്കാം. കള്ളിയുടെ ഒരു ചിരി. ടച്ച് കരോ. നീ വീഞ്ഞ് കുടിച്ച് ഈശോ റെഡിയായില്ലേ? റെഡി. ജെയിംസ് കൃത്യസമയത്തെത്തി. വരും. അപ്പം റെഡി, പാലും റെഡി, മുതലാളി റെഡി, ഗോസ്റ്റും റെഡി. ഗോസ്റ്റ് അല്ലടോ, മെഹ്മാൻ. യജമാനനാ. ഗോസ്റ്റ് എന്ന് പറഞ്ഞാ യജമാനല്ല, അതിഥി. അതിഥി എന്നാ അതിഥി എങ്കിൽ അതിഥി. എന്റെ വീഞ്ഞിന്റെ കാര്യം അത് ഞാൻ ഏറ്റതല്ലേ, അത് ഞാൻ തന്നിരിക്കും. മോളെന്താ ജെയിംസിനോടൊന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല, നിങ്ങൾ സംസാരിക്കല്ലേ. അത് ശരി. അപ്പൊ അവസരം കിട്ടാത്തോണ്ടാണ് സംസാരിക്കാത്തല്ലേ? ഈ ഡാഡി എന്താ ഈ പറയണ? അനുവിന്റെ മമ്മി വിടില്ലേ? എന്താ? മമ്മി, ആഘോഷങ്ങൾക്കിടയിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. മമ്മി പ്ലീസ്. തടയണ്ട. മോള് പറഞ്ഞതുപോലെ ഇനിയും ഇവിടെ നിൽക്കാൻ മമ്മിക്കാവില്ല. മമ്മി, ഞാൻ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി. ഈശോ, വിരോധമില്ലെങ്കിൽ എന്നെ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് കൊണ്ടാക്കണം.
കൊച്ചമ്മ നല്ലൊരു ദിവസമായിട്ട് പോയിരുന്നു പറ സാറേ. ഡാഡി ഈ ഒരൊറ്റ ഫ്ലോപ്പി മതി റസിയ. സർ ടേക്ക് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഇൻ ദ സേഫ് ലോക്കർ. അരുന്ധതി ദേവി, പൊതുസമ്മതനായ രാഷ്ട്രീയ ഗുരു PS-ന്റെ മകൾ. സ്വന്തമാകും മുമ്പ് കൈവിട്ടുപോയ സ്വത്ത്. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു. അവളിപ്പോഴെന്റെ കാൽ കീഴിൽ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അവൻ, ജോസ്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ആരംഭിക്കാൻ പോതേ ഉള്ളൂ. വിശ്വസ്തനായ ബിസിനസ് കൂട്ടാളിയായിരുന്ന് ഒടുവിൽ ഉയരാനുള്ള കുറുക്കുവഴി നിർദ്ദേശിച്ചപ്പോ സത്യസന്ധം ചമഞ്ഞ് എന്നെ ഒറ്റിക്കൊടുത്തവൻ, അവന്റെ തകർച്ച എനിക്ക് കാണണം. അവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിന് ജോസിന്റെ കൂടെ നിൽക്കുന്ന ആരെ വേണമെങ്കിലും സഹായത്തിന് വിളിച്ചോളൂ. എല്ലാം ചെയ്യാം. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ശരി സർ. ഇതെല്ലാം നമ്മുടെ ഒരു സിന്ന ആശ തപ്പായി എടുക്കാതെ. ഓക്കേ ഓക്കേ ഇരിക്കണം സാർ, ഇരിക്കണം. ഞാൻ മേനോൻ സാറിനെ നേരിൽ വന്ന് പാക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതെനിക്ക് അറിയാം. അതല്ലേ ഞാനിപ്പോ വന്നത്. എന്നെ സാർ വിഷയവും? എനിക്ക് താൻ ചെറിയൊരു സഹായം ചെയ്യണം. പറയൂ സാർ. സാറിനെ പോലുള്ളവർക്ക് ഉപകാരം ചെയ്യാനല്ലേ ഞങ്ങളെ പോലുള്ളവർ ഈ കസേരയിൽ ഇരിക്കുന്നത് തന്നെ. നഗരത്തിലെ എല്ലാ ഷോപ്പുകളിലും ഉടനെ ഒരു റെയ്ഡ് നടത്തണം. പ്രത്യേകിച്ചും ജോസിന്റെ കടകളിൽ. അത് എന്താ? ഇപ്പോൾ തന്നെ കച്ചവടക്കാർ വല്ലാത്ത എതിർപ്പിലാണ്. ഞങ്ങളും അവരും തമ്മിൽ ഒരു ശീത സമരം തന്നെ നടക്കുന്നുണ്ട്. അപ്പോ ബുദ്ധിമുട്ടാണെന്നാണോ? ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ സാർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമോ എന്നറിയില്ല. ജോസ് വളരെ പങ്ക്ച്വലും അപ് ടു ഡേറ്റുമാണ്. അതാണ് വിഷയവും. മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ജോസിന്റെ കണക്ക് പുസ്തകങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നു. എന്നാ ഓക്കേ. പക്ഷെ വേറൊരു പ്രോബ്ലം. എന്ത് പ്രോബ്ലം? സെയിൽ ടാക്സ് ഓഫീസർ കൂടെ ഇല്ലാതെ ഇൻസ്പെക്ടേഴ്സിന് മാത്രം റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. STO ജെയിംസ് ആന്റണിയുമായി ജോസ് നല്ല ടൈംസിലുമാണ്. മാത്രമല്ല ജെയിംസ് വല്ലാത്തൊരു ചൂടനുമാണ്. ആ ചൂടനെ ഞാൻ തണുപ്പിച്ചോളാം. റെയ്ഡ് സമയത്ത് സെയിൽ ടാക്സ് ഓഫീസർ ജെയിംസ് ആന്റണി സുഖമില്ലാതെ ആശുപത്രിയിലാണോ? ഡോണ്ട് വെറി സാർ, ഓർഡർ പോയി കഴിഞ്ഞു.
മാധവൻ എന്തായി പറയുന്നേ? അതെ സർ, സത്യമാണ്. സ്റ്റോക്ക് റിപ്പോർട്ടിൽ കള്ളക്കളി നടന്നിട്ടുണ്ട്. എസ്റ്റിയോ ഇല്ല റേഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് സാർ, പ്ലീസ്. മിസ്റ്റർ ജോസ്, അവരെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. നോ സർ, ഇവിടെ എന്ത് പുതിയ നിയമം ഉണ്ടായാലും ആ കുരിശ് ആദ്യം ചുമക്കേണ്ടി വരുന്ന ഞങ്ങൾ കച്ചവടക്കാരാ. ചുമക്കാൻ തയ്യാറാണ്. പക്ഷെ എന്ന് കരുതി എപ്പോഴും ഞങ്ങളെ മക്കെട്ടാൻ കുതിര കയറരുത്. ഈ റേഡ് ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്കൂ. യു ക്യാരി ഓൺ. വരൂ. വരാൻ. വരൂ. ഇരിക്കണം. താങ്ക് യു. ആ ജോസിനെ റിലീസ് ചെയ്തേക്കൂ. സർ. See you. നിങ്ങൾക്ക് പോകാം. താങ്ക് യു സർ. ഞാൻ അഡ്വക്കേറ്റ് സായി. അഡ്വക്കേറ്റ് നാരായണസ്വാമിയുടെ ജൂനിയർ ആണല്ലേ? അല്ല, ഞാൻ ചെയർമാൻ പറഞ്ഞിട്ട് വന്നതാ. എന്റെ ജോലിക്കാരെ പോലെ അല്ലല്ലോ, സഹോദരങ്ങളെ പോലല്ലേ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങള് പൈസയുടെ ആവശ്യമായിരുന്നെങ്കിൽ മേനോൻ തന്നിക്കുള്ളത് ഞാൻ തരുമായിരുന്നില്ലേ? പറയൂ, നിങ്ങളിൽ ആരാണ് ഈ മനുഷ്യത്വം ഇല്ലായ്മയ്ക്ക് കൂട്ടുനിന്നത്? നീയാണല്ലേ ഹമീദ് സാഹിബിന്റെ മകൻ, മരണം വരെ സത്യസന്ധനായിരുന്ന ഹമീദ് സാഹിബ്. Get out. Get out, I say.
വിശേഷമൊന്നും ഇല്ലെങ്കിൽ നാളെ പോകുന്ന ഡോക്ടർ പറഞ്ഞത്. താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് തന്നെ വന്നത്. മോളെ അത് അവിടെ വെച്ചേരെ. എന്താ അത്? ഭക്ഷണം കഴിക്കണ്ടേ? ജെയിംസിന് വേണ്ടിയുള്ള പ്രത്യേകം ഉണ്ടാക്കിയതാ. വേണ്ടായിരുന്നു. ഹോട്ടൽ ഷാപ്പാടെ കഴിക്കൂ എന്നില്ലല്ലോ. ഇപ്പൊ എങ്ങനെ വേദന തോന്നുന്നുണ്ടോ? എന്നെ തോൽപ്പിക്കാന്നുള്ളതായിരുന്നു ഇവിടെ ലക്ഷ്യം. സാരമില്ല, കണക്ക് ഞാൻ തീർത്തോളാം. വേണ്ട, ഞാനൊരൊറ്റയാന, സ്വന്തം ഒന്നും പറയാൻ ആരുമില്ലാത്തവൻ. എനിക്ക് വേണ്ടി വെറുതെ ഏറ്റുപിടിക്കണ്ട. എന്തിനോടും ശക്തമായി പ്രതികരിച്ചിരുന്ന എൻ്റെ ചേട്ടൻ്റെ ജഡം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് മിസ്സായ ഒരുപാട് പേരിൽ ഒരു പേര് മാത്രമായി അത് അവശേഷിച്ചു. ഞാനിതുവരെ ജെയിംസിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഒന്നും പറഞ്ഞില്ല. ആ ജോസേട്ടാ. ആ, ആരത്? എൻ്റെ ഒരു സുഹൃത്താ. എന്ത് പറ്റി? അപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധന്മാരുടെ. അപ്പോ ഫുഡ് എടുക്കട്ടെ? ആ പരീക്ഷണത്തിന് ഞാൻ തന്നെ വേണോ? അത്രയ്ക്ക് മോശമൊന്നുമല്ല, ധൈര്യമായിട്ട് കഴിക്കാം. ശരി, എങ്കിൽ ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കുന്നു. ഞാൻ പോട്ടെ. മലർക്കളത്തിൽ പാടേ
ഇനി ജോസിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ, അരുന്ധതിക്ക് വിജയങ്ങളും. വെറുമൊരു മുനിസിപ്പൽ ചെയർമാനായിരുന്നാ പോരാ, ഉയരണം. MLA, മന്ത്രി, കേന്ദ്രമന്ത്രി, അങ്ങനെ പദവിയിൽ നിന്ന് പദവിയിലേക്ക്. ഉയരും, ഞാൻ ഉയർത്തും. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അരുന്ധതി ദേവിയായിരിക്കും. വി മേനോൻ തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാണ് എന്റെ നേരെ ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വേണ്ട, നമ്പർ ഇറക്കണ്ട. തന്റെ മാതിരി വലിയവന്മാരുടെ കാല് പിടിച്ചും കാക്ക പിടിച്ചും ഒന്നുമല്ല ഞാൻ ഇവിടെ എത്തിയത്. മിസ്റ്റർ ജെയിംസ്, താൻ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണല്ലോ സംസാരിക്കുന്ന കാര്യം മറക്കരുത്. തന്നെയൊക്കെ അനുസരിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് ലജ്ജയുണ്ട്. എടോ ഓടോ, താൻ എന്തിനു വേണ്ടിയാണ് ജോസിന് വക്കാലത്ത് പറയുന്നത് എന്ന് എനിക്കറിയാം. അയാളുടെ സുന്ദരിയായ മകൾ തന്റെ ഒരു വീക്ക്നെസ് അല്ലേ? എടോ പട്ടേ, എടോ ജെയിംസ്, വിടൂ, പൂണൂൽ പൊട്ടും. ബ്രാഹ്മണ ശാപം ഏറ്റാൽ നീ ജന്മം കൈപിടിക്കില്ല. കൈവിടൂ. നെറ്റിയിൽ നിറയെ ഭസ്മം വാരി പൂശിയത് കൊണ്ടോ പൂണൂലിട്ടത് കൊണ്ടോ താൻ ബ്രാഹ്മണനാവില്ല. അതിന് സകല പാപവും കഴുകിക്കളഞ്ഞ് താൻ ഇനി ഒരു ജന്മം ജനിക്കണം. ഓ, രക്ഷപ്പെട്ടു. എടോ ശങ്കര, കടുപ്പത്തിലൊരു ചായ. തിന്നടേ. ആ ഉപ്പുപ്പാടെ നിക്കാഹിന്റെ അന്ന് ഉമ്മുമാക്ക് തൊടാൻ പാടില്ലാണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് ദയിപ്പ ഇത്. മുറ തെറ്റാണ്ട് പറഞ്ഞ പാർട്ടിയാണ്. ഒരാവശ്യം വന്നപ്പ വരുവടോ, താൻ ആ ഡബിൾ അടിച്ച് കഴിയുന്നതിന് മുമ്പ് അടിച്ച് പൊളിച്ച് അവനിങ് വരും. അല്ല അല്ലടോ, ജിന്ന്. ആ അടിക്കൂ. അതെ, വെള്ളം. ഒരുമാതിരി തെരുവ് സ്വഭാവം കാണിച്ചാണ്ടല്ലോ. ഇന്നത്തെ ബില്ലിയാർഡ്സ് മേനോൻ പണ്ട് യൂണിയൻ നേതാവ് അച്ചൂട്ടിയായിരുന്നപ്പോ കളിച്ച ഒരുതരം കളിയുണ്ടല്ലോ, ആ കളി ഇനി വേണ്ട. ജെയിംസ് ആന്റണി, അയ്യോ, ഒരുപാട് നീട്ടിയ പേരിനൊരു ഔദ്യോഗിക സ്വഭാവം കൊടുക്കല്ലേ. അപ്പോ അതേടോ, പറയാനുള്ളത് നേർക്കുനേരെയാവാം. എടോ മേന്നെ, മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിന്ന് യെസ് സാർ എന്ന് പറയാനും മേലുദ്യോഗസ്ഥൻ വരെ കൈകൂപ്പുന്ന തന്റെയൊക്കെ മുന്നിൽ നിന്ന് ലോക്കൽ സ്റ്റൈലിൽ എടാ പുല്ലേ എന്ന് വിളിക്കാനും ഈ ജെയിംസിന് അറിയാം. ഒരുപാട് നിന്ന് മഞ്ഞു കൊള്ളണ്ട. ചെല്ല്, അഡ്വക്കേറ്റ് സായിയുടെ ഭാര്യ ഭർത്താവിനെ കിടത്തി ഉറക്കിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. മഞ്ഞു കൊണ്ടാ ലഹരി തണുപ്പിക്കണ്ട. മേൽ വിവരിച്ചിട്ടുള്ള എൻ്റെ ഇളകുന്നതും ഇളകാത്തതുമായ എല്ലാ വസ്തുവകകളും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഏകമകൾ അനുവിന് ഇഷ്ടദാനം ചെയ്തു കൊള്ളുന്നു. മറ്റാർക്കും ഇതിൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല എന്ന്
1996 ഏപ്രിൽ മാസം 22-ാം തീയതി ജോസ് പി ജോസ്. ഇപ്പോ ഇങ്ങനെ ഒരു വിൽപത്രം എഴുതേണ്ടതിന്റെ ആവശ്യം? മനുഷ്യരല്ലേ വക്കീലേ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. അല്ല മോളോ, സ്വാമികൾ തട്ടെ തലയാട്ടിയാ പോരാ, ചെലവ് ചെയ്യണം. അല്ല ഇപ്പൊ വേണ്ട. എന്തിനൊക്കെയോ ഡാഡി വെറുതെ തിരക്ക് കൂട്ടുന്നു. മോള് സന്തോഷമായിട്ടിരിക്കുന്ന ഡാഡിക്ക് കാണണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഡാഡിയോടൊപ്പം മമ്മിയും ഉണ്ടാവണം. ഡാഡി വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. തിരിച്ചു വിളിക്കാൻ നമ്മളാരും അവളെ ഇറക്കി വിട്ടില്ലല്ലോ. അവൾക്ക് വരാം എപ്പോഴും. എന്റെ ഭാര്യയായിട്ടല്ല, നിന്റെ മമ്മിയായിട്ട്. കരയരുത്. ഡാഡി ഇപ്പൊ ജീവിക്കുന്നത് മോക്ക് വേണ്ടി മാത്ര. കരയരുത്, കരയാതി. ഡാഡി പറഞ്ഞത് നല്ലതിന് വേണ്ടിയല്ലേ. കരൺ. എന്താ ഇത് കുട്ടില പോലെ ഇങ്ങനെ? നമുക്കിന്നേ ഒരു ഡൈനൗട്ടിന് പോവാം. നമ്മുടെ ലീഡർ വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ പോകുകയാണ്. സഹപ്രവർത്തകരെ, നടക്കാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം കണ്ടുപഴകിയ മുഖങ്ങളുടെ സ്ഥാനത്ത് പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പൊതുസമ്മതനായിരുന്ന PS-ന്റെ മകൾ അരുന്ധതി ദേവിയെ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വെറുതെ വെള്ളം കുടിച്ച് വയറ് വീർപ്പിക്കല്ലേ. ഡിന്നറിന് പോകാനുള്ളതല്ലേ? ഡിന്നർ ഡാഡി മോള് മാത്രം പോണല്ലോ ഞാൻ കേട്ടത്. മേരെ ഭഗവാൻ, മേരാ പാർസൽ ബി ഗയാ, ഇസ്കാ കാന ബി ഗയാ. ചാനാ പൂനാന്നാ. ദേ, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിന്ദി ബോൾത്തല്ലേ, ഹിന്ദി ബോൾത്തല്ലേ എന്ന്. ഇനി നീ ഹിന്ദി പറഞ്ഞാൽ ഞാൻ തിരിച്ച് സംസ്കൃതം പറയും. നല്ല പുളിച്ച സംസ്കൃതം. ഇറങ്ങാം. റെഡി? ഇയാളെന്താ ഹോട്ടലിലെ സപ്ലയറാ? സപ്ലയർ തുമാരാ അപ്പൻ ഹേ. ഞാൻ അവനെന്തേടി ഈശോ റെഡിയായില്ലേ ഇതുവരെ? റെഡി. ഡാഡി, എങ്ങനെയുണ്ട് ഡാഡി? എന്താ ഡാഡി? സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ബഹുജന ഐക്യമുന്നണി സ്ഥാനാർത്ഥി അരുന്ധതി ദേവിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അരുന്ധതി ദേവി നാട് ഭരിക്കും, ജനമുന്നണി അത് നോക്കിയിരിക്കും. ചിഹ്നമായ മണിയടയാളത്തിൽ നിങ്ങളുടെ രാജാധികാരം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോട് തെരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചിഹ്നമായ മണിയടയാളത്തിൽ രാജാധികാരം രേഖപ്പെടുത്തി തെരഞ്ഞെടുക്കണമെന്ന്
കൊറേ നേരം അതിലൂടെ പോയിട്ട് വഴി ബ്ലോക്കായിരുന്നു. ആ. പറയണോണ്ടൊന്നും തോന്നരുത്. ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാ. ഉപദേശിക്കണ്ട, പോയി തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവാ. തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ. അതല്ല വേറെ കൊണ്ടുവാ. അതിവിടെ വെക്കണോ? ഈശോ വിളിച്ചോ? തോന്നിയത് ഡാഡി, ആരോടാ ഈ അമർഷം? എന്നോട് തന്നെ. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ജയിച്ചു എന്ന് അഹങ്കരിച്ച വിഡ്ഢിയായ എന്നോട്. അത്രയ്ക്ക് പൊറുക്കാനാവാത്ത തെറ്റൊന്നും മമ്മി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെന്താ പറഞ്ഞേ? മനസ്സിലായി. ഡാഡിക്കെല്ലാം മനസ്സിലായി. ഡാഡിയെ മാത്രം ആരും മനസ്സിലാക്കുന്നില്ല. ഡാഡി, ഞാൻ ഇപ്പൊ ഒന്നും കേൾക്കാനുള്ള ശക്തി ഡാഡിക്കില്ല. പൊയ്ക്കോ, പൊയ്ക്കോ. ഡാഡി, പൊയ്ക്കോളാൻ. മോള് കരയണ്ട. ഡാഡിക്കൊന്നും സംഭവിക്കില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇനി അവിടെ കൊണ്ട് ഇരുത്ത്. എന്റെ മാതാവ്, ആർക്കും വേണ്ടാത്തൊരു ജന്മമാണ് എന്റേത്. എന്റെ ജീവനെടുത്താണെങ്കിലും സാറിനെ രക്ഷിക്കണം. ഇത് വാങ്ങിട്ട് വരും. ഹലോ, മേനോൻ സാറിനാ?
യെസ് മേനോൻ. മിസ്റ്റർ മേനോൻ, ഞാൻ രവിയാണ്. ജോസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്പം സീരിയസ് ആണ്. അരുന്ധതിയോടൊന്ന് വേഗം വരാൻ പറയണം. അതെ അതെ, ലീഡിങ് തന്നെ. വിജയിക്കുമെന്നുള്ളത് 2.5 തരം. എണ്ണി തീരട്ടോ, അതുവരെ ക്ഷമിക്കേ. ഹലോ ഹലോ ഹലോ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കണ്ടേ? ആ, ആളുകളുടെ ടെൻഷൻ ഒരു വശത്ത്. അരുന്ധതി, ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പോ ഒരു ബാഡ് ന്യൂസുമായിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ജോസ് ഇസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. അരുന്ധതി ഒരു കാരണവശാലും ഇത് അറിയരുത്. മനസ്സിലായി. നീ മുന്നിൽ തന്നെ ഉണ്ടാവണം. അങ്കിൾ പോയിക്കോളൂ, ഞാൻ വേണ്ട ചെയ്തോളാം. ആ, ട്രിപ്പ് നിർത്തണ്ട, ശിവരി നോക്കണം. സിസ്റ്റർ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ റൂമിലുണ്ടോ? ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനൊക്കും. എന്തായാലും വേണ്ടപ്പെട്ടവരെ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാം. ആഘോഷങ്ങൾ തുടങ്ങട്ടെ. അരുന്ധതി ദേവി സിന്ദാബാദ്. ജയിച്ചു പോയേ, ജയിച്ചു പോയേ, അരുന്ധതി ദേവി ജയിച്ചു പോയേ. ഒരു പ്രശ്നത്തിന് വന്നതല്ല ഞാൻ. അരുന്ധതി ദേവി ഒന്ന് കണ്ടുപോയിക്കൊള്ളാം. അതുകൊണ്ട് തന്നെയാ തടഞ്ഞത്. സിദ്ധു, നിങ്ങളെപ്പോലൊരു ആഘോഷത്തിന്റെ മൂഡിലല്ല ഞാൻ. പ്ലീസ്, എനിക്ക് അവരെ ഒന്ന് കാണണം. നോ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അരുന്ധതി ദേവിക്ക് താല്പര്യമില്ല. തിരിച്ചു പോകുന്ന ഭയന്നിട്ടല്ല, അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആ നല്ല മനുഷ്യനെ ഓർത്ത് മാത്രം. ഡാഡി,
മോളെ മോളെ ഭരണം കിട്ടിയാ പിന്നെ ആ ചക്കര കുടത്തി കൈയിടാത്തവരാരുണ്ടോ? ആ വേണ്ടത് ചെയ്യാം. അവരെ വിട്ടേക്കണം, നമ്മുടെ പിള്ളേരാ. ആ ശരി. ആ പോയിക്കോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങള് എന്താ അരുന്ധതിയുടെ മുഖത്തൊരു വല്ലായ്മ? പ്രവർത്തകരാണെന്ന് കരുതി എന്ത് വൃത്തികേട് കാണിച്ചാലും നമ്മൾ കൂട്ടുനിൽക്കണമെന്നുണ്ടോ? വേണ്ടിവരും. പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും ഇപ്പൊ നല്ല ചെറുപ്പക്കാരും വരുന്നില്ല. അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതിന്റെ ഓരോരോ കളികൾ. എനിക്ക് ബുദ്ധിമുട്ടാണ്. ബലാത്സംഗക്കാരെ അല്ല, കൊലപാതകികളെ വരെ ചിലപ്പോ നമുക്ക് സംരക്ഷിക്കേണ്ടി വരും. എന്റെ ശരികൾ വിട്ട് ഒരു തീരുമാനത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് കൂടെ നിന്ന് കൈയടിക്കാം, കൂവാം. മാറി നിന്നാൽ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല സകല നേട്ടങ്ങളിൽ നിന്നും അവരെ വ്യക്തിയെ തട്ടും. അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ. അരുന്ധതി, പല തലകളും വെട്ടിയാണ് ഞാൻ ഈ പേര് മുമ്പിൽ കൊണ്ടുവന്നത്. വെറുതെ ബുദ്ധിമോശം കാണിക്കരുത്. ആ വണ്ടി വന്നു, പോവാം. അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര. അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര. പിരിയാ വെമ്പുമീ പകലിൻ കഞ്ചുവന്നു ഇരുളിൻ മഞ്ചലിൽ ഏറുവാൻ നീങ്ങവേ ഇതിനും സാക്ഷിയായി നിൽക്കമേ താരകേ. അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര. രണ്ടു ദൈവം വാഴുന്ന വീടിൻ പൊന്മകൾ നൊമ്പരം കൊള്ളുകയായി മാഞ്ഞുവോ പകൽ കിളി. രണ്ടു ദൈവം വാഴുന്ന വീടിൻ പൊന്മകൾ നൊമ്പരം കൊള്ളുകയായി മാഞ്ഞുവോ പകൽ കിളി. മനതാരിലെ ദൈവമോ സ്നേഹമേഘമാ ഒരു കീർത്തനം പോൽ നീയതോർക്കുന്നു. അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര. പിരിയാ വെമ്പുമീ പകലിൻ കഞ്ചുവന്നു ഇരുളിൻ മഞ്ചലിൽ ഏറുവാൻ നീങ്ങവേ ഇതിനും സാക്ഷിയായി നിൽക്കമേ താരകേ. അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര.
ആലയങ്ങൾ മാറിടാം ദൈവം മാറുമോ ആതുരം മാനസം സാന്ത്വനം തിരഞ്ഞു പോ ആലയങ്ങൾ മാറിടാം ദൈവം മാറുമോ ആതുരം മാനസം സാന്ത്വനം തിരഞ്ഞു പോ പിരിയുന്നിരു കൈവഴി മുന്നിലീ വഴി ഇരു കൈകൾ നീട്ടുന്നീയ ഭാരത അകലേ ശ്യാമവാനം മുകിലിൻ മൂകയാത്ര പിരിയാ വെമ്പുമീ പകലിൻ കഞ്ചുവന്നു ഇരുളിൻ മഞ്ചലിൽ ഏറുവാൻ നീങ്ങവേ ഇതിനും സാക്ഷിയായി നിൽക്കമീ താരകേ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. ജോസേട്ടൻ തോൽക്കാൻ പാടില്ല. എന്റെ ആഗ്രഹവും മറിച്ചല്ല. പക്ഷേ അനുവിനെ കൊണ്ട് ജോസേട്ടന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കണം. ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ ആ കുട്ടിക്ക് ഭാര്യ ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യന്റെ മനസ്സിന് മകളുടെ ആത്മധൈര്യം സ്വസ്ഥത കൊടുക്കണം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സഹായിക്കും. ഐ എം ഷുവർ. നിങ്ങൾ ചായ കുടിക്കേ? നോ, ഞങ്ങൾ പറഞ്ഞതിനോട് അനു യോജിക്കുന്നുണ്ടോ ഇല്ലയോ ആദ്യം അത് പറ, എന്നിട്ടാകാൻ ചായ. എന്താ? എനിക്കതിന് കഴിയും തോന്നുന്നുണ്ടോ? നാട് ഭരിക്കുന്ന മന്ത്രി അരുന്ധതി ദേവിയുടെ മകൾക്ക് ഈ ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ടു നടത്താൻ കഴിവില്ലെന്നോ? ഡാഡി, അവര് സംസാരിക്കുന്ന ഡാഡിക്ക് വേണ്ടിയാ മോളെ. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്താ പിന്നൊരു പക്ഷേ? മനുഷ്യൻ അവസരത്തിന് തുയരണം മോളെ. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, അതിനെ ധൈര്യമായിട്ട് നേരിടണം. അതല്ല, ഡാഡിയുടെ കാര്യങ്ങൾ ആര് നോക്കും? അദ്ദേഹത്തിന്റെ ഭാര്യ നോക്കും. മമ്മി വരും. സത്യങ്ങൾ മനസ്സിലാക്കുമ്പോ അരുന്ധതി വരാതിരിക്കില്ല. നിങ്ങൾ ചായ കുടി. അല്ല, അത് നടക്കില്ല. വെറുതെ നിന്ന് എന്റെ സമയം പാഴാക്കണ്ട. അസലായി. ഇത്തരം പെർഫോമൻസുകൾ പ്രതിച്ഛായ ഉയർത്തും വല്ലാതെ. ഇമേജ് ഉയർത്താൻ വേണ്ടി ഒന്നല്ല ഞാൻ അങ്ങനെ സംസാരിച്ചു. ഐ നോ. ആ പിന്നെ അടുത്ത ആഴ്ച ആ ഫയലുകൾ മന്ത്രിയുടെ ടേബിളിലെത്തും. കണ്ണടയ്ക്കുക, ഒപ്പിടുക, പാസ്സാക്കുക. അപ്പോ ഞാൻ ഇറങ്ങുക. വൈകുന്നേരത്തിന് മുമ്പ് തൃശ്ശൂർ എത്തണം. ഓക്കേ? അരുന്ധതി വരില്ല. എന്റെ ഈ പുനർജന്മത്തില് അങ്ങനെ ഇനി പ്രതീക്ഷയില്ല. അല്ല, മനസ്സ് മാറിയാലോ? മരണക്കിടക്കയിൽ അവൾ എത്തിയില്ല. നീ കുഴിമാടത്തി വരുമെന്നോ? അങ്ങനെ ഒരു ആവശ്യം തൽക്കാലം എനിക്കില്ല. വാ, നമുക്ക് പോവാം. നിൽക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല. മറ്റൊന്നുമില്ല,
അനുവിന്റെ വിവാഹത്തെ കുറിച്ച് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ഇതുവരെ പറഞ്ഞില്ല? ആരാ പാർട്ടി? പാർട്ടിയെ താൻ അറിയും. നമ്മുടെ ജെയിംസ് ആന്റണി. Is it good selection? അങ്ങനെയാണെന്നാണ് എന്റെയും വിശ്വാസം. അനുവിനോട് ചോദിച്ചോ? അവൾക്കും താല്പര്യമായിരിക്കാനാണ് സാധ്യത. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ആയിക്കോട്ടെ. സന്തോഷം പോയിക്കോളൂ, ഞാൻ പുറകെ എത്തിക്കോളാം. സാറിന് ജീപ്പ് വേണോ? വേണ്ട, ഞാൻ ബൈക്ക് വന്നോളാം. ശരി സാർ. എന്തു പറ്റി? ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ജെയിംസിന് ശ്വാസം മുട്ടാറില്ലേ? ആദ്യമൊക്കെ. ഇപ്പോഴീ പൊടി പിടിച്ച ഫയലുകളുടെ മണം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അയ്യോ, പ്രശ്നമാവോ? മിക്കവാറും. എന്നോട് പൊരുത്തപ്പെട്ടു പോകാൻ ചില പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും. എന്താ, പേടി തോന്നുന്നുണ്ടോ? പേടിയോ? എന്തിന്? അല്ല, എന്നെ പോലെ ഒറ്റയാനായ, ആരെയും കൂസാത്ത, വളരെ റഫായ ഒരാളോടൊപ്പം ലൈഫ് ഷെയർ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പം അനുവിന് ചെറിയൊരു പേടി തോന്നില്ല? ഇല്ലേ? ഇല്ല സർ. നമസ്കാരം സാർ. ആ ഷക്കീലയോ? വരൂ വരൂ. അനു അറിയില്ലേ? ഇല്ല. സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു പത്ര റിപ്പോർട്ടറാണ്. അനുവിനെ പരിചയപ്പെടുത്തണ്ട, എനിക്കറിയാം. സാർ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇനിയും ചിലത് കൂടി കിട്ടാനുണ്ട്. അതിത്തെ റിസ്കിയാണ്. അയ്യോ, അത് വേണം ഷക്കീല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വരട്ടെ. ഇനി ഞാൻ നിന്നാൽ കുഴപ്പമാവും. എസ്ടിഒയും ജേർണലിസ്റ്റും തമ്മിൽ എന്താ കണക്ഷൻ? ഒരു പുതിയ വാർത്ത അറിയിക്കാനുണ്ട്. എന്താ? അനുവിന്റെ വിവാഹം തീരുമാനിച്ചു. സ്വന്തം മകളുടെ വിവാഹം അമ്മയെ അറിയിക്കാതെ നടത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കുക, അത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം. ഗുഡ്. താങ്ക് യു ഡാഡി. നാളെ ചേംബറിൽ മീറ്റിംഗ് ഉണ്ട്. മോള് പോണം. കൃത്യസമയത്ത് തന്നെ എത്തണം. പിന്നെ ഗസ്റ്റ് ഹൗസില് മമ്മി വന്നിട്ടുണ്ടെന്ന് കേട്ടോ? ഹലോ ഡാഡി, മമ്മി. നിന്റെ ഡാഡിക്ക് കൊടുക്ക്. ഹലോ. അനുവിന്റെ വിവാഹം തീരുമാനിച്ചല്ലേ? ഒരു പിതാവെന്ന നിലയ്ക്ക് എന്റെ കടമ എനിക്ക് ചെയ്തേ പറ്റൂ. എന്നെ തോൽപ്പിക്കാൻ? സ്വന്തം സ്വഭാവമാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കരുത്. മകളുടെ വിവാഹം തീരുമാനിച്ചുകൊണ്ട് ഒരമ്മ ഇതുവരെ തോറ്റതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ദാറ്റ്സ് മൈ ഫേറ്റ്. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. കല്യാണക്കുറി അടിക്കുമ്പോഴെങ്കിലും അമ്മയുടെ പേര് എഴുതേണ്ട സ്ഥാനത്ത് ലേറ്റ് മിസ്സസ് അരുന്ധതി ദേവി എന്ന് എഴുതരുത്. എന്താ ഡാഡി? ഡാഡി, അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഒന്നും ഞാൻ അറിഞ്ഞില്ല.
അറിയാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ജോസ് രക്ഷപ്പെടുമോ എന്നുള്ള സംശയം. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചുകൊള്ളാൻ ഡോക്ടറുടെ നിർദ്ദേശം. അപ്പോഴേക്കും ആരംഭിച്ചു കഴിഞ്ഞു വെന്നിക്കുടി പാറിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദം. അരുന്ധതി ദേവി MLA ആയി വിജയിച്ചതിന്റെ ആഘോഷ പ്രകടനം. പിന്നെ ആർക്ക് കേൾക്കണോ ഈ ദുഃഖവാർത്ത? അറിയിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തടഞ്ഞു. ഞാൻ അല്ല, രക്ഷകർത്താവ്, അരുന്ധതിയുടെ ഗോഡ് ഫാദർ. നാണമില്ലേ നിങ്ങൾക്ക് ആ ബില്ലിയാർഡ്സ് മേനോന്റെ? പ്ലീസ് പ്ലീസ്, ഞാൻ അത്രക്കാരിയല്ല. എന്റെ അധികാരഭ്രമം കൊണ്ട് അയാളുടെ കഴുകൻ കണ്ണുകൾ സൃഷ്ടിച്ച വലയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായില്ല. ഐ ആം സോറി. നേരിൽ കാണുമ്പോൾ ഒരുപാട് പറയണമെന്ന് കരുതിയിരുന്നു. ഇല്ല, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു കാര്യം മാത്രം, ആ മനുഷ്യന്റെ പകുതി ശരീരം മരിച്ചു കഴിഞ്ഞു. ബാക്കി കൂടി മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം, അനുവിന്റെ വിവാഹം. നിങ്ങൾക്ക് വരാം, അവളെ അനുഗ്രഹിക്കാം, ജോസ് തടയില്ല. പക്ഷെ അധികാരം ഉപയോഗിച്ച് നിങ്ങളത് തടയരുത്. ടാബ്ലറ്റ്സ് എല്ലാം ഉണ്ടല്ലോ. ഉണ്ട് ഡോക്ടർ. അപ്പോ ഞാൻ വരട്ടെ ജോസ്, വരട്ടെ. ഡാഡിക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ കൊണ്ടുവരാം. എന്നിട്ട് ആക്ച്വലി അരുന്ധതി ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയാ പോയത്. പക്ഷേ ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോ ഞാനങ്ങ് വല്ലാണ്ടായിടൂ. ഞാൻ വരാം. പിടിക്കട്ടെ. എന്റെ പ്രശ്നങ്ങള് തനിക്ക് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ടല്ലേ? ഏയ്, താനെന്താടോ അങ്ങനെ പറഞ്ഞത്? സുഖവും സന്തോഷവും മാത്രം അനുഭവിച്ചിരുന്ന നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ ദുഃഖങ്ങളില്ലായിരുന്നു. ജീവിതത്തെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ സ്വപ്നങ്ങൾ നെയ്തത് ജോസാണ്. അതൊക്കെ തകർന്നു വീഴുമ്പോ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ, തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് തന്റെ അനുവാദം വേണം. ഈ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് തീരുവോടോ? ഇല്ല, ഇതൊക്കെ മാറണം. അലക്സ് ആന്റണി അതെന്റെ ഏട്ടനാ. മരിച്ചു, അല്ല കൊന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കോമരം തുള്ളിയ പോലീസുകാർ. ഇപ്പോഴിവിടെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ. വരൂ. ഇരിക്കൂ. എന്താ കാര്യം? കൂടെ നിൽക്കുന്ന ഒരു മാന്യദേഹത്തിന്റെ ചെയ്തികളുടെ ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണിത്. സമയം കിട്ടുമെന്ന് മറിച്ചു നോക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ ഇല്ല. കഴിഞ്ഞ പെസഹ ദിനത്തിന്റെ അന്ന് കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പണം വാങ്ങിയവരെ തിരിച്ചറിഞ്ഞ ആ രാത്രിയിൽ. അപ്പോ മന്ത്രിയുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം, ഈ ഫയൽ പഠിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഹോം മിനിസ്റ്റർ പദവി രാജിവെക്കുന്നതാവും നല്ലത്.
അനീതിക്കെതിരെ അനീതിക്കെതിരെ എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾക്കകത്തു നിന്നല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്കാവില്ലല്ലോ. മിസ്റ്റർ ജോൺ സക്കറിയ, ഇവിടെ നടക്കുന്ന പല കൊള്ളരുതായ്മകളെയും ഒതുക്കാൻ നിലവിലുള്ള നിയമങ്ങൾ തന്നെ ധാരാളം. പക്ഷെ അത് പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിക്കാൻ അധികാരികൾക്ക് ചങ്കൂറ്റം വേണം. താങ്കളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കുറിച്ചാണ് ഈ പറഞ്ഞത്. Then take necessary action against those who break the law. Don't bother about the political pressure or any other influences. It's a request. ഷുവർ. ഇതിൽ മതിയായ തെളിവുകളുണ്ട്. Take immediate action. This is my order. Yes, madam. എല്ലാം കൊണ്ടുപോയി സാർ. ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട്. ആരായിരുന്നു? SP നേരിട്ട്. അവൻ അറിയില്ല അവൻ ആരോടാ കളിക്കുന്നതെന്ന്. പട്ടികൾക്ക് അനുസരിക്കാനല്ലേ പറ്റൂ. എന്റെ വണ്ടിയും കൊണ്ട് ശേഖരനെ എനിക്ക് ഇപ്പൊ കിട്ടണം. നീ വാ. കൊള്ളാം. പാലൂട്ടിയ കയ്യിൽ തന്നെ കൊത്തണം. ഇപ്പോഴാ നീ ശരിക്കും ഒരു മന്ത്രിയായത്. കസേരയിൽ കയറിയാ പിന്നെ എല്ലാം മറക്കുന്ന പൊളിറ്റീഷ്യൻ. ഞാൻ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണെന്ന് മേനോൻ കരുതരുത്. നോ നോ, അരുന്ധതി ദേവി വലിയ വ്യക്തിത്വമുള്ള ആളല്ലേ. അധികാരം നേടാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും അച്ഛനെ പോലും തള്ളിപ്പറഞ്ഞ മഹാവനിത. മേനോൻ, ഒച്ച വെക്കണ്ട. പുറത്തെറിഞ്ഞാൽ പാർട്ടിയുടെയും അരുന്ധതി ദേവിയുടെയും പ്രതിച്ഛായ തകരും. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെപ്പോലെ ഒരുപാട് പേരെ ഉയർത്തുകയും അതുപോലെ തകർക്കുകയും ചെയ്ത ഒരു പാവം മനുഷ്യനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മേനൻ. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ മന്ത്രി കസേരയിൽ നിന്നല്ല ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. മൈൻഡ് ഇറ്റ്. അവളെ ഇവിടെ എത്തിക്കണം. ആരെ? അനുവിനെ. അതുകൊണ്ട് എന്താ കാര്യം? മകളുടെ ജീവൻ വെച്ച് ഞാൻ അവളോട് വില പറയും. എനിക്ക് നഷ്ടപ്പെട്ട കോടികൾ ഞാൻ തിരിച്ചു പിടിക്കും. നാളെ ഒക്ടോബർ 2 ഗാന്ധി സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ അവൾ എത്തും. അതിനു മുമ്പ് അവളുടെ മകൾ ഇവിടെ എത്തണം. ഡൺ. ഇതോക്കെ ഇത് കൊള്ളാം. ഇതോ. ഈ കല്യാണക്കാരുടെ സെലക്ട് ചെയ്യാനുള്ള അവകാശം ഇവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയും ചെയ്യാം. എന്താ എങ്കിൽ എന്നോട് വന്നിട്ടാവാ. എന്താ ഈശോ? ആൾക്കാര് നമ്മൾ അനുമോളെ പിടിച്ചോണ്ട് പോയി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അതെന്താണെന്ന് ചോദിച്ചത്? അറിയാൻ തിരക്കാണെങ്കില് വൈകിക്കുന്നില്ല. മുഴുവൻ സ്വത്തുക്കളും മകൾക്ക് ഇഷ്ടദാനമായി കൊടുത്തതുകൊണ്ട് അല്ല, മകൾക്കെതിരെ കേസ് നടത്താൻ അരുന്ധതി ദേവിക്ക് താല്പര്യം കാണില്ല. അതുകൊണ്ട് അവർക്കുള്ള വിഹിതം നീ തന്നെ എഴുതി കൊടുക്കണം. അത് ഞാനും മമ്മിയും തമ്മിൽ തീരുമാനിച്ചോളാം. മമ്മിയും മകളും കൂടി അങ്കിളിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതിൽ സൈൻ ചെയ്യാ. ഇല്ല.
മിനിസ്റ്റർ റെസ്റ്റ് ഹൗസിലെത്തിയിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഇതിൽ ഒപ്പിടില്ല. സിദ്ധു, ഞാനാ. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്ന് നേരിൽ കാണണം. എനിക്ക് നിങ്ങളെയും കാണേണ്ട കാര്യമുണ്ട്. നിനക്കറിയും, ആ പഴയ ലാവണത്തിൽ വെച്ച് തന്നെ. പിന്നെ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വരണ്ട, ആ പഴയ അരുന്ധതിയായിട്ട് മതി. മനസ്സിലായോ? ഹായ് ബട്ടർഫ്ലൈ. കോളേജിൽ നിന്ന് ഒളിച്ചോടിപ്പോയപ്പോ പഴയ കഥകളൊക്കെ തീർന്നു എന്ന് കരുതിയല്ലേ? ഇപ്പോ ഭയങ്കര ബിസിനസ്സുകാരിയാണെന്ന് കേട്ടു. I was waiting for you, respected Home Minister. Please come. മേനോൻ, എന്റെ മോൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മടിയിൽ കിടത്തിയൊന്ന് മാമൂട്ടാൻ. മേനോൻ, മിണ്ടിപ്പോവരുത്, അരിഞ്ഞ് ഞാൻ കടലിൽ തള്ളും. മുഷിഞ്ഞ ആദർശവും കെട്ടിപ്പിടിച്ച് മരിച്ച നിന്റെ തന്ത PS പോലുള്ള രാഷ്ട്രീയക്കാരനല്ല ഞാൻ. ഐ വാണ്ട് മണി ആൻഡ് പവർ. അതിനുവേണ്ടി നിന്നെ പോലുള്ള കഴുതകളെ വളർത്തും, കൊല്ലും. മേനോൻ. അതേടി, മേനോൻ തന്നെ. തീരാക്കുതിയായി നിന്നെ മനസ്സിൽ കൊണ്ടു നടന്ന് ജീവിതം ഒരു വിഡ്ഢിയെ പോലെ വേണ്ടെന്ന് വെച്ച എന്റെ നേട്ടങ്ങൾക്ക് തടസ്സം നിന്നാൽ നിന്നെയല്ല, നിന്റെ കുടുംബത്തെ അടിവേരോടെ ഞാൻ തകർക്കും. എന്താ സംശയമുണ്ടോ? ഇല്ല, ഇപ്പൊ എല്ലാ സംശയങ്ങളും വ്യക്തമായി. എല്ലാം കൊണ്ടുപോടാ അവളെ. അവളെവിടെ? അനു, നീ അവിടെ പോയി നോക്ക്.
ജോസേട്ട, ഒരു വാക്ക് വേണ്ട. ഈ ഒരു നോട്ടം പോലും അവർക്ക് താങ്ങാനാവില്ല. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോ വീണ്ടും എന്റെ ജോസെ, ഞാൻ രാജിവെച്ചു. എന്താ കേൾക്കണേ? ചെല്ല്. ഇതുപോലൊരു നിമിഷത്തിന് വേണ്ടിയല്ല നീ ഇത്ര നാളും കാത്തിരുന്നത്. ചെല്ല്, ചെല്ല്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മാതാവേ, സന്തോഷായി. ഇനി ഈ സ്വർഗത്തിന്റെ സ്വസ്ഥത എടുത്താൻ ഏതെങ്കിലും ലൂസിഫർമാര് വന്നാലേ ഈശോ പിന്നെ ഇടവും വലവും നോക്കൂല, ഒരു ജീവപര്യന്തത്തിന് വരെ തയ്യാറാണ്. ആ അണിയൂ അണിയൂ താലിപ്പൊന്മാല അഴക അഴക വേളിപ്പൂമാല മാംഗല്യം മാറി ചേലി ചാത്തു പ്രിയ സഖി നിന്നാത്മാവിൽ